ബിന്ദു എന്ന ദളിത് യുവതി കഴിഞ്ഞ മാസം, കൃത്യം പറഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 23 തീയതി വൈകുന്നേരം 4 മണി മുതൽ പിറ്റേ ദിവസം ഏപ്രിൽ 24 തീയതി പുലർച്ചെ 3:30 വരെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന കൊടിയ മാനസിക പീഡനത്തിന്റെ കഥയാണ് ഇന്ന് ദ ലോ കാപ്പല്ല നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇറ്റ്സ് മീ, അഡ്വക്കേറ്റ് അമൽന സാദിഖ്. യു ആർ വാച്ചിങ് ദ ലോ കാപ്പല്ല. കൂലിപ്പണിക്കാരനായ ഭർത്താവും 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങുന്നതാണ് ആർ ബിന്ദുവിന്റെ കുടുംബം. നഗരത്തിലെ വീടുകളിലും ഫ്ളാറ്റുകളിലും വീട്ടുജോലി ചെയ്താണ് ബിന്ദു വരുമാന മാർഗം കണ്ടെത്തിയിരുന്നതും ഈ മക്കളെ പഠിപ്പിക്കുന്നതും. പതിവ് പോലെ കവടിയാറിലെ വീട്ടുജോലിക്ക് ശേഷം വൈകുന്നേരം 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോൾ വരുന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് അങ്ങേ തലയ്ക്കൽ നിന്ന് പറയുന്നത്. ബസ് കാത്ത് നിൽക്കുന്നതേയുള്ളൂ എന്ന് ബിന്ദു പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി എത്രയും പെട്ടെന്ന് ഓട്ടോ പിടിച്ചു വരാനാണ്. എന്താണല്ലേ ഇത്ര അർജൻസി? ബിന്ദു 3 ദിവസം മുൻപ് അമ്പലമുക്കിലെ ഒരു വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും 18 ഗ്രാമിന്റെ, അതായത് ഏകദേശം ഒരു 2.5 പവന്റെ സ്വർണമാല കാണാതെ പോയിരിക്കുന്നു. അതെടുത്തത് ബിന്ദുവാണ് എന്ന ആരോപണവുമായി വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാല എടുത്തിട്ടില്ല എന്ന് ബിന്ദു ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത് കേരള പോലീസിന്റെ വളരെ മൃഗീയമായ മാനസിക പീഡനമായിരുന്നു. ഏകദേശം 20 മണിക്കൂറോളം നീണ്ടുനിന്ന മാനസിക പീഡനം. വനിതാ പോലീസുകാരെ കൊണ്ട് വസ്ത്രം അഴിച്ചു പരിശോധിക്കുന്നത് വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. SI ഉൾപ്പെടെ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞും ബിന്ദുവിനെ ചോദ്യം ചെയ്തു. പിന്നീട് പരാതിക്കാരിയുടെ തന്നെ കാറിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര സെർച്ച് ചെയ്യാനായി. അവിടെ നിന്ന് തൊണ്ടിമുതലൊന്നും കിട്ടാതായതോടുകൂടി തിരികെ പോന്നു. പുലർച്ചെ 3:30 വരെ ഒരു പോലീസുകാരൻ അസഭ്യം പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്തു. മാത്രമല്ല, കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവും മക്കളും ഉൾപ്പെടെ എല്ലാവരും അകത്താകുമെന്ന ഭീഷണി. ബന്ധുക്കൾ ഭക്ഷണം എത്തിച്ചെങ്കിലും അത് കഴിക്കാൻ നൽകിയില്ല. വെള്ളം ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പോലീസിന്റെ മറുപടി എന്തായിരുന്നെന്നോ? ബാത്റൂമിലെ ബക്കറ്റിലുണ്ട് വെള്ളം, അതെടുത്ത് കുടിച്ചോളാം. നമ്മുടെ നാട്ടിലെ കൊലപാതകികൾക്കും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും റേപ്പിസ്റ്റുകൾക്കും വരെ നൽകുന്ന മാനസിക പരിഗണനയുടെ ഒരംശം പോലും ഈ സ്ത്രീക്ക് നേരെ പോലീസിൽ നിന്നും ഉണ്ടായില്ല. ഏപ്രിൽ 24 ഉച്ചവരെ ആർ ബിന്ദു കസ്റ്റഡിയിലായിരുന്നു. ഉച്ചയ്ക്ക് പരാതിക്കാരി തന്നെ മാല കിട്ടി എന്ന് സ്റ്റേഷനിൽ വന്നറിയിച്ചു. എന്നാൽ ഇത് പോലീസ് ബിന്ദുവിനെ അറിയിച്ചിരുന്നില്ല. പരാതിക്കാരി പരാതി പിൻവലിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയ മറുപടി. ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് പോലീസുകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ? അതും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ. 24 തീയതി പുലർച്ചെ 3:30 വരെ ബിന്ദു കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു സ്ത്രീയെ ഒരു കാരണവശാലും സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുന്നേയുമായിട്ടുള്ള സമയങ്ങളിൽ, ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന സമയങ്ങളിൽ ഡീറ്റെയിൻ ചെയ്തു വെക്കാൻ പോലീസിന് അധികാരമില്ല. ഇത് നമ്മുടെ BNSSലെ സെക്ഷൻ 53, 60A എന്നീ സെക്ഷനുകളിൽ പറയുന്നതാണ്. ഇനി മേജർ വയലേഷൻ എന്ന് പറയാനാണെങ്കിൽ ഒരു മനുഷ്യന് നൽകേണ്ട ബേസിക് നീഡ്സ് പോലും കേരള പോലീസ് ബിന്ദുവിന് നൽകിയിട്ടില്ല. ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റിയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് DK ബസുവിന്റെ കേസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിനെതിരെ യാതൊരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രേമഫേസിയ ഒരു തെളിവും തന്നെ ബിന്ദുവിനെതിരെ ലഭിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തൊണ്ടി മുതൽ പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ തിരികെ ലഭിച്ചു എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് പോലും ഈ ഫയൽ ചെയ്ത FIR കോഷ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് മെഡിക്കൽ എടുത്തിരിക്കണം. അവരെ ഉറപ്പായിട്ടും ഒരു മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയിരിക്കണം. ഇതങ്ങനെ ഒന്നുമില്ലാതെ പകലായപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവരോട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് ഉണ്ടായത്. ഇനി ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഏതെങ്കിലും ബന്ധുവിനെ വിളിച്ചറിയിക്കണം. ഇത് ബിന്ദുവിന്റെ ഫോൺ പോലീസ് പിടിച്ചു വാങ്ങിച്ചു വെക്കുകയാണ് ഉണ്ടായത്. അവരുടെ ആ റൈറ്റും അവിടെ നിഷേധിക്കപ്പെട്ടു. ഇനി സെർച്ച് നടത്തിയതാകട്ടെ 2 ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആവശ്യമുണ്ടായിട്ടും അതൊന്നുമില്ലാതെ വെളുപ്പിന് 3:30 പോയി സെർച്ച് നടത്തിയിരിക്കുന്നു. അതും തികച്ചും ഇല്ലീഗലാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിന്ദുവിന്റെ എല്ലാ തരത്തിലുള്ള റൈറ്റുകളും നിഷേധിച്ചുകൊണ്ടാണ് ഈ 20 മണിക്കൂർ നീണ്ടുനിന്ന കൊടിയ മാനസിക പീഡനം അരങ്ങേറിയത്. ബിന്ദു ഈ സംഭവങ്ങളെല്ലാം പരാതിപ്പെട്ടപ്പോൾ ആകെ ഉണ്ടായ ഒരു നീക്കമെന്ന് പറയുന്നത് ആരോപണ വിധേയനായ ഈ SCയെ സസ്പെൻഡ് ചെയ്തു എന്നതാണ്. അത്രമാത്രം മതിയോ ബിന്ദുവിന് നിഷേധിക്കപ്പെട്ട ഈ റൈറ്റുകളുടെ കോമ്പൻസേഷനായിട്ട്? ആ 20 മണിക്കൂർ നീണ്ടുനിന്ന മാനസിക പീഡനത്തിന് ബിന്ദു അർഹിക്കുന്നത് ഇത്രമാത്രം പരിഗണനയാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽന സാദിഖ്. യു ആർ വാച്ചിങ് ദ ലോ കാപ്പല്ല.